E4 എലിഫന്റ് എന്ന് പറയുന്ന ഈ പരമ്പരയിൽ കൂടി നമ്മൾ അനവധി ആനകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 180 ആഴ്ച കഴിയുമ്പോൾ 150ലും 160 ആനകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം പറയുന്നത് തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും അതിർത്തിയിലുള്ള ചെമ്പൂത്ര ക്ഷേത്രത്തിലെ ദേവിദാസ് എന്ന് പറഞ്ഞ ആനയെ കുറിച്ചാണ്. അതിനെന്താ പ്രത്യേകത വെച്ചാൽ അത് 16 നഖയുള്ളൂ. ഈ 16 നഖമുള്ള ആനകൾ സാധാരണ വ്യക്തികൾ വാങ്ങാറില്ല, ക്ഷേത്രങ്ങൾക്ക് വാങ്ങിയ വിരോധമൊന്നുമില്ലേനും. അപ്പോൾ ക്ഷേത്രങ്ങളാകുമ്പോൾ ശിവനോ, ഇത് ദൈവക്ഷേത്രമാണ്, ശിവക്ഷേത്രമായാലും ദൈവക്ഷേത്രമായാലും അതിന് വാങ്ങുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആ ആനയുടെ മറ്റ് ചരിത്രങ്ങളും അതിൻ്റെ അവദാനങ്ങളെയും കുറിച്ച് ഈ എപ്പിസോഡിലും അതിൻ്റെ എപ്പിസോഡിലും അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിലും നമ്മൾ പറഞ്ഞു വരികയാണ്. ഉത്സവക്കമ്പം അല്ലെങ്കിൽ ആനക്കമ്പം എന്നത് ഒരു ഭൂമികുലുക്കമാണെങ്കിൽ ആ ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഇതാ ഒരു ആന നായകൻ. ഉത്സവ കേരളത്തിന്റെ ഭൂമധ്യരേഖയിൽ നിന്നും എന്നുവെച്ചാൽ തൃശൂർ, പാലക്കാടൻ ജില്ലകളുടെ അതിർത്തി ഗ്രാമത്തിൽ നിന്നും ഉത്സവ നഗരികളുടെ കണ്ണിലുണ്ണിയായി 48 ദേശക്കാരുടെ അഭിമാന സ്തംഭമായി നാളെയുടെ പൊന്നുതമ്പുരാനാവാൻ, ആന കേരളത്തിന്റെ ആചന്ദ്ര താരമാവാൻ ഇതാ ഒരു ഉജ്ജ്വല പ്രജാപതി, ദാസൻ, ദേവീദാസൻ. വിന്ധ്യപർവ്വത നിരകൾക്കപ്പുറത്തു നിന്നും പടനയിച്ചെത്തി രക്തം ചീന്താത്ത ഒരു വിപ്ലവത്തിലൂടെ മലയാള മണ്ണിലെ ലക്ഷോപലക്ഷം വരുന്ന ആനപ്രേമികളെ തങ്ങളുടെ അടിമകളും ആരാധകരുമാക്കി മാറ്റിയ പാറമേക്കാവ് ശ്രീ പരമേശ്വരന്റെയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെയും പിൻഗാമിയാവാൻ ഉത്തരഭാരതത്തിന്റെ സ്വന്തം പോർമുറകളും ഒപ്പം നാടനാനകളോട് കിടപിടിക്കാവുന്ന ലക്ഷണ തികവുകളുമായി ഒരു മാതംഗരാജൻ, ഇവൻ ദേവീദാസൻ. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ സ്വന്തവും 48 ദേശക്കാരുടെ കളിക്കൂട്ടുകാരനുമായ ദേവീദാസൻ, ചെമ്പൂത്ര ദേവീദാസൻ. 10 അടിയോടടുത്ത ഉയരം, പ്രൗഢഗംഭീരമായ നിലവ്, പ്രായമാണെങ്കിലോ കഷ്ടിച്ച് 35. ഉയരത്തിന്റെയും ചന്തത്തിന്റെയും കാര്യത്തിൽ മാത്രമല്ല, ഒന്നിലും മറ്റാരുടെയും പിന്നിലാവില്ലാത്ത ഒരു ആനപ്പിറപ്പ് ആണത്തത്തിന്റെ പ്രമായ ഒരു ആൺപെ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 ൺപ
നിന്നും വന്ന് തെക്കിന്റെ ഹൃദയം കവർന്നവനെന്നോ ഗജരാജ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയെന്നോ 34-ാം വയസ്സിൽ തന്നെ 10 അടി പെരുമയിലേക്ക് വളർന്നു പൊന്തിയ ധീരകേസരിയെന്നോ നമുക്ക് ഈ വീരകേരളവർമ്മ ആനത്തമ്പുരാനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഒന്നുമില്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരിക്കൽ ആരുടെയും മനസ്സിൽ പിടിക്കാതിരുന്ന വല്ലാക്കോലത്തിൽ നിന്നും ലക്ഷോപലക്ഷം വരുന്ന മലയാളി മനസ്സുകളിലാകെ ദിവ്യപ്രകാശം പൊഴിച്ചുകൊണ്ട് സഖ്യനിരകൾക്ക് മേലേക്ക് ഉദിച്ചുയർന്ന സൂര്യ തേജസ് എന്ന വിശേഷണമായിരിക്കും ചെമ്പൂത്ര ദേവിദാസന് അനുയോജ്യം. അതെ, അങ്ങനെയായിരുന്നു ചെമ്പൂത്ര ദേവിദാസന്റെ ഇന്നലെകൾ. നമ്മൾ ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട്. ആ ആനയായിട്ട് നോക്കുമ്പോൾ ഈ നമ്മുടെ ദേവിദാസന്റെ പ്രത്യേകത എന്തായിരിക്കും? ദേവിദാസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുന്നള്ളിപ്പിന് ചെന്ന് കഴിഞ്ഞാൽ ആ എഴുന്നള്ളിപ്പിന്റെ ചുമതല എനിക്ക് തന്നെയാണ് ചുമതല എന്നുള്ളൊരു ധാരണയുണ്ട്. ആനയ്ക്ക് തന്നെ തോന്നുന്നുണ്ട്. നമ്മളിത് കാണാൻ നിൽക്കുമ്പോൾ തന്നെ തോന്നും, ഞാൻ തന്നെ അവിടുത്തെ വലിയ ആന എന്നൊരു തോന്നല്. ആന നിൽക്കണ കണ്ടാൽ തന്നെ തോന്നും, നമുക്ക് തന്നെ തോന്നിക്കും. ആന നിന്ന് കഴിഞ്ഞാൽ, എഴുന്നള്ളിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തല മേപ്പെട്ട കീഴോട്ട് വരില്ല. ഒന്നും ആവശ്യമൊന്നും വരില്ല. കാരണം ഈ ക്ഷേത്രത്തിലെ എത്ര വലിയ ആനകളുണ്ടെങ്കിലും ദേവിയുടെ പ്രധാന തിടമ്പ് ഈ ആനയ്ക്ക് തന്നെയാണ്. അപ്പൊ ആനയ്ക്കും ഇപ്പൊ എല്ലാ ആനയും കോലം വെച്ചാണ് നിൽക്കുന്നത് അല്ലേ? പക്ഷേ ഈ മറ്റാനകളുടെ ഇപ്പൊ നമ്മൾ സാധാരണഗതി മനുഷ്യർ ചിന്തിക്കുമ്പോൾ എല്ലാ ആനപ്പുറത്തും കോലങ്ങളുണ്ട് അല്ലെ? പക്ഷെ ഇവന് മാത്രം ഇവനെ അറിയുന്നുണ്ടാകും, ഇവനാണ് യഥാർത്ഥ ശക്തിയുള്ള ഒരു കോലം, അല്ലെങ്കിൽ അമ്പലത്തിന്റെ കോലം എന്ന് കാണുന്നവർക്ക് തോന്നത്തക്ക വിധത്തിലായിരിക്കും അവന്റെ നിൽപ്പ്. അങ്ങനെയാണ്. അതാണ് അതിന്റെ ഏറ്റവും ഭംഗി. കുറഞ്ഞ വർഷം നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ചെയ്യും. പുറമേ നിന്ന് ആൾ കാണുന്ന ആനകൾക്കൊക്കെ ആനയുടെ മുമ്പിൽ നടുക്കി ആനാണ് നിൽക്കുന്നത് എന്നൊരു തോന്നല് മറ്റുള്ളവർക്ക് വരുത്തി തീർക്കുക. അതുകൊണ്ട് ചിലപ്പോൾ അപ്പുറത്ത് തെച്ചിക്കോടോ അല്ലെങ്കിൽ വലിയ ആനകളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. എങ്കിൽ കൂടി എഴുന്നള്ളിച്ച് നിന്ന് കോലം തലയിൽ വെച്ച് കഴിഞ്ഞാൽ ആന ഞാൻ തന്നെ അവിടുത്തെ വലിയ ആളെന്നൊരു തോന്നല് കാണുന്നവർക്ക് തോന്നും. ബീഹാറിലെ സോൺപൂർ ആനച്ചന്ത വഴിയാണ് ഈ ഉത്തര രാജകുമാരൻ കേരളത്തിലേക്ക് എത്തുന്നത്. ഉത്തർപ്രദേശിലെ ബനാറസ് ആണ് ഇവന്റെ ജന്മദേശം, അഥവാ
ഒരു പതിറ്റാണ്ടിനപ്പുറം വരെ അതായിരുന്നു ഇവന്റെ കർമ്മഭൂമി. ചുമ്മാ ഒരു അലങ്കാരത്തിനും അന്തസ്സിനും കർമ്മഭൂമി എന്നൊക്കെ ബെടായി വിടാമെന്നല്ലാതെ എത്രയൊക്കെ മുട്ടിട്ടിഴഞ്ഞാലും അന്നന്നത്തെ അരിക്കാശിനുള്ള വകയ്ക്ക് നന്നേ വലഞ്ഞിരുന്ന ഒരപ്പാവി മകൻ. അങ്ങനെയായിരുന്നു ബനാറസിലെ ശംഭുറാം ഹാത്തി. അതായിരുന്നു ബനാറസ് വാസത്തിനിടയിലെ ഇവന്റെ പേര്, ശംഭുറാം ഹാത്തി. ആഴ്ചയിൽ 6 ദിവസവും അരപ്പട്ടിണിയും 1 ദിവസം ഉപവാസവുമായാണ് പട്ടിണിക്കോലം കാലം കഴിച്ചുകൂട്ടിയിരുന്നതെങ്കിലും ബുദ്ധിക്ക് ഒരു കുറവുമില്ലെന്ന് പറഞ്ഞതുപോലെ അന്നും ദേവിദാസന് അവൻ്റെതായ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇത്തിരി കീഴ്ക്കൊമ്പായിരുന്നെങ്കിലും എന്തെന്നില്ലാത്ത കൊമ്പ് ചാട്ടം അഥവാ കൊമ്പ് വളർച്ച, അതായിരുന്നു ആ സവിശേഷത. കേരളത്തിൽ നിന്നെത്തിയ ചേട്ടന്മാർ ആദ്യമായി കാണുമ്പോഴും 20കാരന് പ്രായത്തേക്കാൾ കവിഞ്ഞ കൊമ്പ് വളർച്ചയുണ്ടായിരുന്നു. 1996 സോൺപൂർ മേളയിൽ നിന്നുമാണ് മാളയ്ക്കടുത്തുള്ള പുത്തൻചിറയിൽ മില്ലുടമയായ ചാണാശ്ശേരി ചന്ദ്രൻ ഏതാണ്ട് 20 വയസ്സുള്ള ഇടത്തരം കൊമ്പനെ കണ്ടെത്തുന്നതും സ്വന്തമാക്കുന്നത്. ചന്ദ്രൻ ആദ്യമായാണ് ഒരാനക്കച്ചവടത്തിനിറങ്ങുന്നത്. ബീഹാറിലെ ആനച്ചന്തയിൽ എത്തുന്നതും ആദ്യമായി തന്നെ. മേളയ്ക്കെത്തിയ പലരെയും മാറിയും മറിഞ്ഞും നോക്കി നടന്ന് പരിശോധിച്ചെങ്കിലും കണ്ണുടക്കിയത് പാവം ഒരു കൗമാര താരത്തിൽ. മൂത്തകുന്നം സ്വദേശിയായ ഒരു വിവേകാനന്ദനായിരുന്നു അന്ന് ആനക്കച്ചവടത്തിന് സഹായിയും ഉപദേശിയുമായി ചന്ദ്രനോടൊപ്പം സോൺപൂർ മേളയ്ക്കെത്തിയിരുന്നത്. ആനച്ചെറുക്കന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വിലപേശി നോക്കാം എന്ന ധാരണയിൽ എത്തുമ്പോഴാണ് കൂട്ടത്തിലുള്ള വിവേകാനന്ദൻ ചന്ദ്രനോട് ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത്. അതേ, എല്ലാം കൊള്ളാം, പക്ഷെ ഒരു പ്രശ്നം, നഖം 16 ഉള്ളൂ. എന്നാൽ ചന്ദ്രന് അതൊരു പ്രശ്നമായിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ ഒരു 16 നഖക്കാരൻ ആനയ്ക്ക് കേരള മണ്ണിൽ ഇത്രമാത്രം ഗുരുത്വദോഷവും ഊരുവിലക്കുമുണ്ടെന്ന കാര്യം അന്ന് ചന്ദ്രന് വേണ്ടത്ര ബോധ്യമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ആദ്യമായി സ്വന്തമാക്കിയ ആനയ്ക്കൊപ്പം ചന്ദ്രനും കൂട്ടാളിയും ആനലോറിയിൽ തന്നെയാണ് ബീഹാറിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ ഇടയ്ക്കെത്തിയപ്പോൾ ആകെ പ്രശ്നം. ആന്ധ്രയുടെ അതിർത്തി കടന്നപ്പോഴേക്കും കനത്ത ചുഴലിക്കാറ്റും പേമാരി. ആനയും ലോറിയും ഉൾപ്പെടെ തൂക്കിയെടുത്തുകൊണ്ട് കടലിൽ തട്ടുമെന്ന മട്ടിലായിരുന്നു കാറ്റിന്റെ കലിയാട്ടം. ഈശ്വര, 16 നഖക്കാരനെയും കൂട്ടി നാട്ടിലേക്ക് തിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണോ? ഇതിനെ എവിടെയെങ്കിലും ഇറക്കി വിട്ട് ഉള്ള ജീവനും കൊണ്ട് തടികടിച്ചിലാക്കിയാലോ എന്ന് പോലും ഒരു നിമിഷം അവർ ചിന്തിച്ചിരിക്കാവുന്ന സന്ദർഭം. ചന്ദ്രനെയും വീട്ടുകാരെയും പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത ആ ആനക്കിടാത്തിനെയും ഒരുപോലെ തീ തീറ്റിച്ച കാറ്റും കോളും അവസാനം കെട്ടടങ്ങി. വലിയ തട്ടും മുട്ടും ഏനക്കേടും കൂടാതെ ആനക്കുമാരൻ മാളയിലെ മാണിക്യമാവാൻ മലയാള മണ്ണിൽ വന്നിറങ്ങുകയും ചെയ്തു. പിന്നീടാണ് അവൻ ചാണാശ്ശേരി ബാലഗോപാലനാകുന്നത്. സന്തോഷം എന്ന് പറയുന്നത് ഒരു ആനേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം ഒരു 101 ആന നിരന്ന് നിൽക്കുമ്പോൾ പാമ്പാടി രാജൻ അതിലുണ്ടായ പോലും ഈ ആനയുടെ അടുത്ത് വന്ന അത്യാവശ്യം ആനയെ കുറിച്ച് അറിയാവുന്ന കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്, പാമ്പാടി രാജനാണോ ചോദിക്കാറുണ്ട്. ചോദ്യമുണ്ട്. അത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ കൂടി അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഞങ്ങളെ അതെ, പ്രത്യേകിച്ച് ഞങ്ങൾ ആനപ്രേമികൾക്ക് ഉണ്ട്. നിങ്ങളുടെ നോട്ടത്തിൽ പാമ്പാടി രാജനുമായിട്ട് ജനത്തിന് കുറച്ചെങ്കിലും സാമ്യത മൊത്തത്തിൽ അവനെ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ഫീലിംഗ്. മറ്റേ കൊമ്പിന്റെ കാര്യം മാറ്റി നിർത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാമ്പാടി രാജന്റെ ഒരു ചെറിയ ചായയൊക്കെ തോന്നി. ചെവിക്ക് ഇത്രയും കളറൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ ആ എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്. ചില ലക്ഷണങ്ങളിൽ എല്ലാ ഭാഗങ്ങളും എടുത്ത് പരിശോധിച്ചാൽ പാമ്പാടി രാജന്റെ ഒപ്പം വയ്ക്കാൻ പറ്റില്ലെങ്കിൽ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് പാമ്പാടിയോട് ഒരു താരതമ്യം അവന് കിട്ടും. ഞങ്ങൾ ഇതിനെ മേടിച്ചു എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ വളരെയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ചാണാശ്ശേരി ബാലഗോപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെ മൈനസ് മാർക്കായിരുന്നു. 6 വർഷത്തിന് 12 വർഷത്തിന്റെ വളർച്ച അവൻ കാണിച്ചോണ്ടിരിക്കുക. ഇനിയും പിന്നെ ഞങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇന്ന് കേരളത്തിലെ 2ാം നിരയിൽ നിൽക്കുന്ന ആനകളില് ഇപ്പൊ 3-4 ആനകളൊക്കെ എടുത്തു നോക്കിയാൽ തായങ്കാവ് ആന, ശങ്കരനാരായണൻ, ചിറക്കല കാളിദാസൻ ആന തുടങ്ങിയ ആനകൾ എടുത്തു നോക്കിയാൽ വളർച്ചയിൽ നല്ലൊരു ഗ്രോത്ത് ഈ ആനയിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്. 303 സെന്റിമീറ്റർ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് ടേപ്പ് മെഷർമെന്റ്, വാട്ടർ ലെവൽ മെഷർമെന്റ് വെച്ചിട്ട്. സ്വന്തം കുട്ടിയായതുകൊണ്ട് ഒരിക്കലും ഇല്ല. അതെ, പാറിയ ഈ രാജമാണിക്യത്തെ കുറിച്ച് പറയുമ്പോൾ ചെമ്പൂത്ര ദേശത്തെ ആബാലവൃദ്ധം ജനങ്ങൾക്കും 4 മുഴം നാവാണ്.
സത്യം പറഞ്ഞാൽ ചെമ്പൂത്രയിൽ എത്തിയ ശേഷമാണ് ദേവിദാസന്റെ ശുക്രൻ ഉദിച്ചത്. അഥവാ ദേവിയുടെ തൃപ്പാദദാസനായതോടെ ആനത്തെമ്മാടി അടിമുടി ആളാകെ മാറി. അല്ലെങ്കിൽ ദേവി അവനെ ആകെ മാറ്റിയെടുത്തു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പക്ഷേ ഇന്നിവൻ ഒരു നാടിന്റെ ആകെ അഭിമാനഭാജനമാണെങ്കിലും ദേവസ്വത്തിലേക്ക് വാങ്ങുന്ന കാലത്ത് കഥ മറിച്ചായിരുന്നു. ചാണാശ്ശേരി ബാലഗോപാലൻ എന്ന ശരാശരിക്കാരനെ തലയിൽ എടുത്തു വയ്ക്കാൻ ചെമ്പൂത്രയിലെ വീരരാവണന്മാർ തീരുമാനമെടുത്തു